ഹലോ നമസ്കാരം. നമ്മൾ ഇന്നേ നമ്മുടെ വീട്ടിൽ ഉടക്കുവല ഇടാൻ പോവാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇടുന്നത്. കാരണം ഡാമിൻ്റെ ഷട്ടർ ഇട്ട പിന്നെ ഇവിടെ ഇട്ടില്ല. പിന്നെ നമ്മൾ മുകളിൽ പോയിട്ട് നമ്മൾ കുളിക്കുന്ന പാലത്തിൻ്റെ അവിടെയാണ് ഇടാൻ പോകുന്നത്. അവിടെ ഇട്ടാലേ മീൻ കിട്ടുള്ളൂ. ഇനി അതുപോലെ ഈ വലയൊക്കെ ഉടക്കി കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ ചെറിയ ആഴം കുറവുള്ള സ്ഥലം വേണം. വലയുടെ ഇടാൻ പോകുന്നതിന് മുമ്പ് വലയുടെ ഉടക്കെല്ലാം ഒന്ന് റെഡിയാക്കണം. എല്ലാം നേരെ ആക്കിയിട്ട് അവിടെ പോയി ഇടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ വല ഇവിടെ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം മേടിച്ചിട്ട് പപ്പ തന്നെയാണ് കേട്ടോ ഈ വല ഇവിടെ റെഡിയാക്കി വെച്ചത്. ഈ പപ്പ ഈ വല എങ്ങനെയാ ഇത് ഇവിടെ പോയിട്ടാണ് മേടിക്കുന്നത്? ഇത് ഇരിട്ടിയിൽ നിന്നാണ് മേടിച്ചത്. ഇരിട്ടിയിലെ വല വിൽക്കുന്ന കടയുണ്ട്. വല മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന അത് വല മേടിക്കുക വെച്ചാൽ ഇതെങ്ങനെയാണ് മേടിക്കുന്നത്? കിലോ ഇത് തൂക്കി മേടിക്കുന്നു. തൂക്കി മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വല പിന്നെ പകുതിയാക്കും. പകുതിയാക്കിയിട്ടാണ് ഇത് കെട്ടിയെടുക്കുന്നത്. നന്നായിട്ട് കെട്ടുമ്പോൾ ഭയങ്കര വീതിയാണ്. വല ഇടാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. വല മേടിക്കുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ മണി മേടിക്കും, ചരട് മേടിക്കും, പൊങ്ങ് മേടിക്കും. ഇതെല്ലാം കൂടെ കൂട്ടി അണക്കുകയാണ്. നമ്മൾ ഈ വലനെ ഈ രൂപത്തിൽ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അതെ, കാരണം വല മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വേറെ വേറെ മേടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് 2-3 ദിവസം കൊണ്ട്, എത്ര ദിവസം വേണ്ടി വരും ഒരു വല? 2 ദിവസം കൊണ്ട്. 2 ദിവസം കൊണ്ട് ഇത് കെട്ട് റെഡിയാക്കും. നമ്മളിപ്പം വലയിടാൻ പോവാണേ. നമ്മൾ ഈ വലയുടെ ഒരറ്റം ഇതേ സൈഡിൽ കെട്ടിയിട്ട് ബാക്കി ഇങ്ങനെ അഴിച്ചടിച്ച് ഇതേ അങ്ങേയറ്റം അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കെട്ടിയിടും. ഇപ്പോൾ ഒരു 5:30 നമ്മൾ 5:30 ഇപ്പോഴാണ് അത് വലയിടുന്നത്. രാത്രി ഒരു 9 മണിയാകുമ്പോൾ വന്നെടുക്കും. ഇവിടെ ബോട്ടൊക്കെ ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഡേവിഡ് ഇത് വൈകുന്നേരം കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു 9 മണിക്ക് എടുക്കാൻ കാരണം പിന്നീട് അങ്ങോട്ടേക്ക് മീൻ കുടുങ്ങുന്നത് കുറവായിരിക്കും. അതുമല്ല രാത്രിയാകുമ്പോൾ വലിയ മീനോ അല്ലെങ്കിൽ നീർനായൊക്കെ വന്നിട്ട് ഈ വലയിൽ കുടുങ്ങിയിരിക്കുന്ന മീനൊക്കെ തിന്നാൻ സാധ്യതയുണ്ട്. ഈ വലയിടുമ്പോൾ ഉണ്ടല്ലോ അടിയിലുള്ള പാറ, തടി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇടാൻ. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ചിലപ്പോൾ മീൻ പോകും. ഇതൊക്കെ നോക്കിയിടണമെങ്കിൽ നമുക്ക് ആഴം കുറഞ്ഞ സ്ഥലത്ത് ഒന്നിടണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങേയറ്റത്ത് വരെ എത്തിയില്ല കേട്ടോ. ഇവിടെ ഈ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോഴേ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. നമ്മളിനിയിപ്പോൾ ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ട് സംഭവം കെട്ടി വെക്കണം. അല്ലെങ്കിൽ വല ഒഴുകിപ്പോകും. ചിലപ്പോൾ ചെറിയ ഒഴുക്കുണ്ട്. ഈ പുഴ ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു പുഴയായിട്ട് കൂടിച്ചേരും. അതിന് ഞങ്ങൾ കൂട്ടുപുഴ എന്നാണ് പറയുന്നത്. അതായത് അപ്പുറത്തുനിന്ന് വടക്കനാറ് തെക്കനാറ് അങ്ങനെ രണ്ടും കൂടെ കൂടുന്ന സ്ഥലമാണ് അവിടെ കൂട്ടുപുഴ എന്ന് പറയും. എന്നിട്ട് ഒന്നിച്ച് താഴേക്ക് ഒഴുകുന്നത്. അപ്പം പുഴയുടെ വലിപ്പമെല്ലാം കൂടും, കൂടുതൽ വെള്ളം ഉണ്ടാവും. നമ്മൾ വല ഇപ്പോൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാത്രി 9 മണിയാകുമ്പോൾ വന്ന് എടുക്കും കേട്ടോ. കാരണം അന്നേരം കിട്ടാനുള്ള മീനൊക്കെ അന്നേരത്തേനും കിട്ടും. അപ്പോൾ നമുക്ക് രാത്രിയിൽ ബാക്കി വീഡിയോ കാണാം. ലൈറ്റിൻ്റെ കുറവുണ്ടാവും, എന്നാലും ഉള്ള പോലെ കാണിക്കും. നമ്മൾ വലയെടുക്കാൻ പോകണം. രാത്രി 9 മണി 9:30 കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വലയെടുത്തിട്ട് പറയാം. സാധാരണ ഈ സമയത്താണ് ഇറങ്ങുന്നത്. നമ്മളെടുക്കുന്നേ ഡേവിഡുണ്ട്, പപ്പായുണ്ട്, പോയി എടുക്കാം. ചില സമയത്ത് നമ്മൾ അക്കരെ വല ഉടക്കിയിട്ടില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഇക്കരെ നിന്ന് വല വലിച്ചെടുക്കും. ഇവിടെ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറിയ ഒഴുക്കുള്ളത് കൊണ്ട് 2 സൈഡിലും വല കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് വല എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിവിടെ വിളിക്കുന്ന കട്ടൻ എന്ന് വിളിക്കുന്ന മീൻ. അതിൻ്റെ ചെറുതാണ് കേട്ടോ. ഈ കട്ടനൊക്കെ ചൂണ്ടക്കാരുടെ പ്രിയപ്പെട്ട ഒരു മീനാണ്. ഭയങ്കര സ്പോട്ടി ഫിഷാണിത്. അതിൻ്റെ ചെറുതാണിത്. ഇപ്പോൾ മീനെയൊക്കെ വലയിൽ നിന്ന് എടുക്കുന്ന രംഗമാണ് കേട്ടോ രാത്രിയിൽ. നമുക്ക് ഇന്ന് അധികം ഒന്നും കിട്ടില്ല. സാധാരണ കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വലയിട്ട് കഴിഞ്ഞ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ വേറൊരു വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 വല അടുപ്പിച്ച് കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇപ്രാവശ്യം വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് വലയിട്ട് കിട്ടിയ മീൻ. ഒരു 10-15 മീനുണ്ടെന്ന് തോന്നുന്നു. കൂടുതലും കല്ലേമുട്ടയാണ് കിട്ടിയത്. പല വെറൈറ്റി മീൻ നമ്മൾ വലയിടുമ്പോൾ ഒരു ഗുണമാണ്, നമുക്ക് പല വെറൈറ്റി മീനുകൾ കിട്ടും. ഇവിടെ
ഇത് എണ്ണി നോക്കി എത്ര ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 8 10 11 12 13 14 15 16 17 18. ഇത് അപ്പം കിട്ടിയ മീൻ ഇതാണ് ചുവാലിപ്പരൾ. ഇത് കട്ടൻ മീൻ. ഇത് ചുവാലിപ്പരൾ ഗെയിൻ. ഞങ്ങൾക്ക് 3 എണ്ണം കിട്ടി. ഇത് വെളിഞ്ഞിയിൽ. പിന്നെ ഇതാണ് നമുക്ക് ഈ ഒരു അറിഞ്ഞിയിൽ നിറച്ച് മുള്ളുള്ളൊരു മീനാണ് അറിഞ്ഞിയിൽ. പിന്നെ ബാക്കിയെല്ലാം ഇത് കല്ലേമുട്ടി എന്ന് പറയുന്ന മീൻ. ഇത് ഇച്ചിരി ടേസ്റ്റ് കുറവുള്ള മീനാണ്. പിന്നെ ഒന്നുമില്ലാത്തപ്പം ഇതൊക്കെ മതി. ഇതാണ് വലയിടുമ്പോൾ കിട്ടുന്ന മീനുകളാണ് കേട്ടോ. പല വെറൈറ്റി മീനുകളാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കറി വെക്കുകയോ വറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വലയിടുന്ന വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ. അപ്പോൾ ഇതാണ് പുഴമീൻ കറി. ഇങ്ങനെയാണ് പുഴമീൻ കറി ഉണ്ടാക്കുക. എല്ലാ മീനും ഒരുമിച്ച് അങ്ങ് ഇട്ട് വെക്കും. ഒരു പാത്രത്തിൽ തന്നെ പല വെറൈറ്റി മീനുകൾ.